ദ കേരള സ്പീക്കിൽ വന്ന ഒരു വിഷയം ആണ് നമ്മളുടെ സബ്ജക്റ്റ്. ചേട്ടാ, പത്തനംതിട്ടയിലെ ജീവമാതാ കാരുണ്യാലയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുടെ പുറത്ത് കാരുണ്യാലയോ ഒരു പ്രതികരണം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അവിടെ എന്താണ് നടക്കുന്നത്, അതിന്റെ നിജസ്ഥിതി എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിന്റെ താഴെ വരുന്ന കമന്റുകളിൽ നമ്മൾ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ വിലയിരുത്തിയില്ല എന്നൊരു അഭിപ്രായം കുറച്ചു പേരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി അവിടെ എന്താണ് സംഭവിക്കുന്നത്, നിലവിൽ ആ കേസിൽ എല്ലാരും എടുത്ത് നമ്മൾ എടുത്തില്ല, അതിനാണ് അവസ്ഥ എന്താണ് തുടങ്ങിയ ഏറ്റവും പുതിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഈ വിഷയത്തെ ശ്രദ്ധിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. കാര്യങ്ങൾ അറിയാതെ നമ്മൾ പെട്ടെന്ന് എടുത്തിയാടി. ശരിയാ. ഇത്രയോ അധികം മനുഷ്യര് ഇതിനെപ്പറ്റി ആധികാരികമായി പറയുന്നു. അവരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് സത്യാവസ്ഥ തുറന്നു പറയുന്നു. അവിടെ വർക്ക് ചെയ്തവർ പറയുന്നു, അവിടുത്തെ അന്തേവാസികൾ പറയുന്നു, അവിടെയുള്ള ആയമ്മയുടെ ഫോട്ടോ ഉൾപ്പെടെ പബ്ലിഷ് ചെയ്യുന്നു, വീഡിയോ ഉൾപ്പെടെ പബ്ലിഷ് ചെയ്യുന്നു. അവിടെ ജോലിക്ക് പോയൊരു സ്ത്രീ 4 ദിവസം അവിടെ തങ്ങിയത് കൊണ്ട് അവർക്കുണ്ടായ അനുഭവത്തിനെ കുറിച്ച് പുറത്തേക്ക് പറയുന്നു. അതൊന്നും പോരാതെ ഏജിൻ്റെ ഒരു പ്രശ്നത്തിൽ അവിടെയുള്ള ഒരു ഈര ഇങ്ങനെ ആക്രമിക്കപ്പെട്ട് ഗർഭിണിയാക്കപ്പെട്ടു എന്ന് പറയുന്നു. അന്നേ ദിവസം രാത്രി അവൾ അടൂർ സ്റ്റേഷനിൽ പോയതിന്, അടൂർ സ്റ്റേഷനിലും അതിൻ്റെ തെളിവുകളുണ്ട്, പോയതിന് ആ നാട്ടുകാർ വിറ്റ്നസ് ഉണ്ട്. ഇതൊന്നും കണക്കിലെടുക്കത്തില്ല സാറ്. ആർക്കെങ്കിലും ആരോടെങ്കിലും ഉള്ള വിരോധം തീർക്കാൻ വേണ്ടി ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റില്ല. കാര്യം ഇതിൽ ഒരുപാട് ഇരകളുണ്ട്, വേട്ടക്കാരുണ്ട്, ഇതൊക്കെ ഉൾപ്പെട്ട ഒരു കേസാണ്. ഇപ്പോൾ പോലും പോലീസ് പോലും അതിലൊരു എഫ്ഐആറിൽ പേരില്ല. ആർക്ക് വേണമെങ്കിലും ഈ ചർച്ച കാണുന്ന ആർക്ക് വേണമെങ്കിലും ഈ കേസിൽ എഫ്ഐആർ ഇട്ടിരിക്കുന്ന അടൂർ പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കാം. അടൂർ പോലീസ് സ്റ്റേഷനിൽ നിനക്ക് പോയി നോക്കിക്കൂടെ? നീ അവിടെ ഇരുന്ന് വായ്ത്താളം പറഞ്ഞ ആർക്കെങ്കിലും പോയി നോക്കാന്ന് പറഞ്ഞാൽ ഒരു കേസും ഇല്ലാഞ്ഞിട്ടാണോ? സ്ഥിരമായി അവിടെ ഉള്ള അന്തേവാസികൾക്ക് എഗൻസ്റ്റ് ആയിട്ട് പോക്സോ കേസ് അവർ ഫയൽ ചെയ്യുന്നുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു പെണ്ണ് ജോലിക്ക് വന്നാൽ അവരുടെ ഒരു ചട്ടരീതിക്ക് നിന്നില്ല വെച്ചാൽ ആ പെണ്ണിനെതിരെ അവർ കൊടുക്കുന്ന കേസ് അവിടെ ഉണ്ട്. അവർ വാദിയായിട്ടുള്ള കേസ് തന്നെ മതി. ഒരാൾക്ക് ഒരാളെ കൊണ്ട് പ്രശ്നം ഉണ്ടായി, സ്ഥിരമായി അയാളെ കൊണ്ട്, അയാൾക്ക് പല ആൾക്കാരെ കൊണ്ട് പ്രശ്നം ഉണ്ടാകുന്ന പ്രശ്നക്കാരാരാ അപ്പോൾ കുഴപ്പം? ഗിരിജ ചേച്ചി അല്ലയോ? സേട്ടൻ എത്ര കിട്ടി ഇതിങ്ങനെയായിട്ട് വായ്ത്താളടിക്കാൻ? മനുഷ്യന്റെ പേരായി എഫ്ഐആറിലില്ല, വെറുതെ ഒരു എഫ്ഐആർ അവിടെ കിടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു എഫ്ഐആറിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെ വെറുതെ ഒരു എഫ്ഐആർ? അതെന്ത് എഫ്ഐആർ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊക്കെ എഫ്ഐആർ ഉണ്ടാവും, ഇന്ന ആള് എന്നുള്ളതില്ലാതെ. ഗിരിജ എന്ന പേര് വെച്ചില്ലെങ്കിലും കരുണാലയം എന്ന് വെക്കുമ്പോൾ അതൊരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടാവും? അത്രയും ആൾക്കാരുടെ പേരവിടെ വരത്തില്ലേ? അങ്ങനെ ആരുടെയും പേരില്ലാതെ ഒരു എഫ്ഐആർ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. നമ്മൾ ഇതിനകത്ത് പുതിയതായതുകൊണ്ട് നമുക്ക് ഈ എഫ്ഐആറിനെ പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല. നമ്മൾക്ക് വസ്തുനിഷ്ഠമായി ഒരാളെ നമുക്ക് ആരോപണങ്ങളുണ്ട്, പ്രതിയെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഉറപ്പിക്കണമെങ്കിൽ എഫ്ഐആറിൽ കയറണം, അതിൽ എഫ്ഐആറിൽ കയറണം, അതിലുള്ള കാര്യങ്ങൾ വരണം, എങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ. പോലീസ് പോലും ഇപ്പോഴും വളരെ കൃത്യമായി പറയാത്ത ഒരു കാര്യമാണ് ഇത്. പോലീസ് പോലും എന്ന് പറയുമ്പോൾ പോലീസ് അല്ല അവസാന ഇത്, കോടതിയാണ്. കോടതിയിലേക്ക് സംഗതികൾ കൊണ്ടെത്തിക്കുക എന്ന ഉത്തരവാദിത്തം മാത്രമാണ് പോലീസിൻ്റെത്. ലോ ആൻഡ് ഓർഡർ ഫുള്ളായിട്ട് അവരെ കൈ കൊടുത്തിട്ടില്ല. ദേ ആർ ദ ഏജൻറ്റ്സ്. അവരിത് കളക്ട് ചെയ്യുന്നു, ആവശ്യമുള്ള സാക്ഷികളെ സംഘടിപ്പിക്കുന്നു, കൃത്യമായി കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നു, മനസ്സിലാക്കിയ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുവന്ന് കോടതിയിൽ കൊടുക്കുന്നു. കോടതിയിലാണ് വിചാരണ നടക്കുക. ദെൻ ഓൺലി നമുക്കൊരു ഫൈനൽ ടോക്ക് വരാം, അയാൾ ഒരു പ്രതിയാണ് എന്ന്. അക്യൂസ്. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും ഇവർക്ക് അതങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാര്യം എന്താണെന്നറിയാം? പോലീസ് എഫ്ഐആറിൽ പേരെഴുതി ചേർത്തില്ല ഗിരിയേച്ചി ആരാ? അപ്പോൾ ആ ചെക്കൻ്റെ തള്ള തന്നെയല്ലേ? ഇനി ആ ചെക്കന് മാത്രമേ ഈ കേസ് വരാൻ ചാൻസ് ഉള്ളൂ, കാരണം അവനാണല്ലോ പീഡിപ്പിച്ചത്. പക്ഷെ തള്ളയും പെടും, കാരണം തള്ള നടത്തുന്ന അനാഥാലയം, അതും ചൈൽഡ് ഹോം, ചിൽഡ്രൻസ് ഹോം, കുഞ്ഞു മക്കൾ താമസിക്കുന്ന സ്ഥലത്തുള്ള ഒരു പെൺകുട്ടിയെ വഴിപിഴപ്പിച്ച് അതിനെ ഗർഭിണിയാക്കി കൊടുത്തു എന്നുള്ളതാണ് ക്രൈം. അല്ലേ? വേണ്ട. നിലവിലൊരു ഘട്ടത്തിൽ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തരാം. ആ കുട്ടി 18 വയസ്സിന് മുമ്പ് ഗർഭിണിയായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി. 18 വയസ്സ് ആകുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് തന്നെ ആ കുട്ടി 3 മാസം ഗർഭിണിയായപ്പോഴാണ്. ആ കുട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് വയസ്സിന് മുമ്പാണ് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള സ്കാനിംഗ് റിപ്പോർട്ട് അടക്കമുള്ള അപ്പൊ അത് വ്യക്തമായിട്ടുണ്ട്. എന്നിട്ട് വായ്ത്താളത്തിനൊരു കുറവുമില്ല.
എടാ ഇതാണ് എത്തിക്സ് എന്ന് പറയുക. ഇത് നമ്മളിപ്പം ഒരു പ്രതി ആയാൽ മാത്രമേ പബ്ലിഷ് ചെയ്യാമെന്നല്ല. നമുക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ കൂടെ ഒരു നീതി ഉണ്ടാകും. ആ നീതിയാണ് മിക്കവാറും ഇപ്പം ജേർണലിസം എന്ന് പറയുമ്പോഴത്തേക്ക് വെറും FIR ഇട്ട സാധനങ്ങൾ മാത്രം എടുത്ത് പബ്ലിഷ് ചെയ്യുന്നില്ല ജേർണലിസം. ഈ ഒരു അന്വേഷണത്വരയോടുകൂടി നമ്മളൊരു വിഷയത്തിൽ ഇറങ്ങുകയും ആർക്കൊണ്ടും പറയാൻ സാധിക്കാത്ത കാര്യങ്ങൾ നമ്മൾ പറയുകയും ചെയ്യുന്നിടത്താണ് നമ്മൾ അതിനകത്തൊരു അഡ്വഞ്ചറസ് ഇതായിട്ട് ഫീൽ ചെയ്യണത്. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നത് ഒരു എത്തിക്സ് ഉള്ളവൻ അത് ചെയ്യും. അതേസമയം നമ്മളിത് അറിഞ്ഞിട്ട് നമ്മളിത് പറയുകയല്ല. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഒരു ബലാത്സംഗ കേസുണ്ട് നമ്മുടെ ദിലീപൻ നിരപരാധിയാണ്, കോടതി അത് പറയാത്തത് കൊണ്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ അവൻ്റെ കൂടെ നടന്നു എന്നും അവൻ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത് എന്നും അതിനെ അവൻ ഉപയോഗിച്ച ആളാണ് താനെന്നും സ്വയം ഈ പറയുന്ന പ്രതിയാക്കപ്പെട്ട അയാൾ പറയുകയാണ്. കൊടി സുനിയ അവൻ പറയുകയാണ്. അപ്പോൾ പിന്നെ ചെറിയ സൂചനയെങ്കിലും അവനെതിരെ ഉള്ളത് കൊണ്ടല്ലേ പൊതുജനം മൊത്തം അവനെതിരായിട്ട് തിരിഞ്ഞത്. മാത്രമല്ല ആദ്യമെല്ലാം അവനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നോ, അവനെതിരെ FIR ഇടാൻ തയ്യാറായിരുന്നോ? അതുകൊണ്ട് അവൻ പ്രതിയെല്ലാം ആവുന്നില്ലല്ലോ. അവൻ 2 പെൺമക്കളുണ്ട്, അവൻ കുട്ടികളെ നന്നായിട്ട് നോക്കുന്നു, ഈ കൺസിഡറേഷനൊക്കെ വരുന്നുണ്ട്. പക്ഷെ വാസ്തവത്തിൽ എന്താണ്? അക്യൂസാണ്. ആ പെൺകുട്ടിയെ ഭീകരമായ ഒരു ഡ്രോമയിലേക്ക് വിടാൻ തക്കവണ്ണമുള്ള ഒരു ഇൻസിഡൻറ്റിന് കാരണഭൂതനായത് അവനാണ്. ഇന്നത്തെ ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് നമ്മൾ ഒരാളെ കൊല്ലുന്നതിനേക്കാൾ ക്രൈമാണ് ഒരാളെ കൊണ്ട് കൊല്ലിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സെക്ഷൻ അത് കൃത്യമായി നിലനിൽക്കുന്ന ഒരു സാധനമാണ് ദിലീപിൻ്റെ കാര്യത്തിൽ. അതേസമയം ഇവിടെ ഗിരിജയുടെ കാര്യം, ഗിരിജ ചെയ്ത ക്രൈം 1 or 2 അല്ല. അതെന്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കെന്നഡി സാർ കൊടുത്ത കേസ്, അത് കെന്നഡി സാർ ആദ്യം പോലീസിൽ കൊടുത്തു, SP കൊടുത്തു, ഇവിടെ 2 റിജക്റ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി കോടതിയിൽ കൊടുക്കാനേ പറ്റൂ. കോടതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു എത്ര കേസ് വേണം നിനക്ക്? എത്ര കേസിൻ്റെ നമ്പർ വേണം? കോടതിയിൽ കൊടുത്ത കേസിൻ്റെ നമ്പർ എത്ര എണ്ണം വേണം? അതിൽ FIR വീണോ ഇല്ലയെന്ന് നോക്ക്. പരാതികൾ ഒരു 100 പരാതിയെങ്കിലും ഈ അടൂർ പോലീസ് സ്റ്റേഷനിൽ ഈ സ്ത്രീക്കെതിരെ വന്നിട്ടുണ്ട്. 100 പരാതിയെങ്കിലും ഉണ്ട്. പക്ഷെ എടുക്കില്ല. ഈ സന്ധ്യ പല്ലവി എന്ന് പറയുന്ന കുട്ടി, അതും പരാതി കൊടുത്തിട്ടുണ്ട് ഇവർക്കെതിരെ. പക്ഷെ പരാതി കൊടുക്കാൻ ചെല്ലുമ്പോൾ സന്ധ്യയെ കാത്തിരിക്കുന്നത് മറ്റൊരു പരാതി എവിടെ ഓൾറെഡി കൊടുത്തു വെച്ചിട്ട് നിൽക്കുന്ന ഗിരിജയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് ഇതിനെപ്പറ്റി നല്ല ഗ്രാഹ്യ. അയൽപക്കത്തെ സ്ത്രീ എന്താ പറഞ്ഞേ? പട്ടാളക്കാരനായ സ്വന്തം ഭർത്താവിനെ നടുറോട്ടിലിട്ട് ഇടിക്കാൻ വേണ്ടിയിട്ട് പോലീസിന് കൊട്ടേഷൻ കൊടുത്ത മോളാണ് അതെന്നാണ് അവർ പറയുന്നത്. മുൻപ് 1 വർഷം മുമ്പ് ഇവർ തന്നെ ഇവരുടെ ചാനലിൽ കൂടെ പബ്ലിഷ് ചെയ്ത ഒരു വീഡിയോ ഞാൻ കാണാനുണ്ട്. അയൽവാസിയുടെ എന്തോ പറമ്പിൽ നിന്ന് മതിലിടിഞ്ഞ് വീണതിന് അയൽവാസിക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തു. അതൊരു പ്രകൃതി ദുരന്തമാണ്. പ്രകൃതിയിൽ നടന്ന ഒരു പ്രതിഭാസത്തിനോടനുബന്ധിച്ച് നടന്ന ഒരു ദുരന്തം. അതിന് അയൽവക്കക്കാരന് കേസ് കൊടുത്താൽ എന്ത് ചെയ്യാനാണ്? അവരനുഭവിച്ച ദുരിതം ഓർത്തുള്ളൂ. അന്ന് നിന്നുകൊണ്ട് വായ്ത്താൾ ഉടയ്ക്കുന്നു. ഇവർക്ക് ഇത്രയും ഫോളോവേഴ്സും ഈ രീതിയിൽ അവർ അക്സെപ്റ്റൻസ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറായി നിൽക്കുന്ന സ്ത്രീ പറയുന്നതിന് കുറച്ചുകൂടെ മൂല്യം ഉണ്ടാവും. ആ സാധനം അവർ ഒരു രീതിയിലുള്ള പകപോക്കലിന് ഉപയോഗിച്ച സ്ത്രീയാണ്. ഇപ്പം നിങ്ങൾ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരാളുടെ പേഴ്സണൽ റിവെഞ്ചിന് അല്ലെങ്കിൽ പേഴ്സണൽ ഗഡ്ജിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്, അല്ലാതെ അങ്ങനെ ഒരു സംഭവമില്ല. ഇവർക്കാകാം നമുക്കായിക്കൂടെ. ഈ നമ്മുടെ കമൻറ്റ് സെക്ഷനിലും കുറേ പേര് വന്നിട്ട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, നിനക്കൊന്നും വേറെ പണിയില്ലേ? അതേപോലെ തന്നെ അവരെ പറ്റി നീ എന്തിനാ കുറ്റം പറയണേ? നീ എന്തിനാ എന്നെ പറ്റി കുറ്റം പറയണേ? ഈ കോമൺ സെൻസ് ഉപയോഗിക്കുക എന്നുള്ളത് അതൊരു ബേസിക് നോളജാണ്. അത്ര പോലും ബോധമില്ലാത്തവരടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ചുകൂടെ കേൾക്കാം. പോലീസിന് തെളിവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം അവിടെ നടന്നിട്ടുണ്ട്. ഇനി അതിലുള്ള ഒരു കാര്യം, ഇനിയിപ്പോ നമുക്കൊരു കാരണവശാലും ആ കുട്ടിയുടെ ചിത്രം കാണിക്കാനോ ആ കുട്ടിയെ സംബന്ധിച്ചുള്ള പേരുവിവരങ്ങൾ ഒന്നും തന്നെ പറയാനോ പാടില്ല. കാരണം അത് ഇരയാണ് എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വൈകിട്ടോട് കൂടിയാണ് ഇതിന്റെ ഫൈനലായിട്ടുള്ള റിപ്പോർട്ടുകൾ പോലീസിന് കിട്ടിയിരിക്കുന്നത്. എങ്കിലും പോലീസ് FIR ആരുടെയും പേര് ചേർത്തിട്ടില്ല. എന്തുകൊണ്ട് ചേർത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ കുട്ടിയുടെ ബ്ലഡ് സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. അതിന് ആ കുഞ്ഞിന്റെ ബ്ലഡ് സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് DNA എടുക്കണം. DNA എടുത്ത ശേഷം വേണം DNA മാച്ച് ആകുന്നുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് ശേഷം മാത്രമേ പോലീസ് ഈ പറയുന്ന ഈ സ്ഥാപനത്തിന്റെ ഉടമയുടെ മകന്റെ പേര് FIR കയറിയുള്ളൂ. അതിനുശേഷം മാത്രമേ സ്ഥാപന ഉടമയ്ക്കെതിരെ ഇതിന് കൂട്ടുനിന്നതിന് കേസെടുക്കാൻ പറ്റുകയുള്ളൂ. അതിന് ആദ്യം വേണ്ടുന്നത് DNA പരിശോധനയുടെ റിപ്പോർട്ടാണ്. അതിനുശേഷം ഈ 2 പേരുകൾ അത് കയറും. ഇതാണ് പോലീസിന്റെ അടുത്ത നടപടി. ഇപ്പൊ എല്ലാവരും നല്ല നരേഷനാണ്. അവരുടെ അണ്ടറിലുള്ള ഒരു ചൈൽഡ് ഹോമിൽ നിന്ന് ഒരു കുട്ടി പ്രഗ്നന്റ് ആവുകയാണ്. പ്രഗ്നന്റ് ആയി എന്നുള്ളത് ആരിൽ നിന്നാണോ അവർക്കെതിരെ കേസെടുക്കാനാണ് ഈ DNA ടെസ്റ്റ്. ആ ചെറുക്കനാണോ അതിൻ്റെ ഉത്തരവാദി എന്ന് അറിയാനാണ് ആ ടെസ്റ്റ്. അല്ലാതെ ഈ പറയുന്ന ഗിരിജ സേവ് ആവില്ല. ഗിരിജ ഓൾറെഡി അക്യൂസാണ്. കാരണം അവർ നടത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ചൈൽഡ് ഹോമിലെ അന്തേവാസിയാണ് ഈ കുട്ടി. ആ കുട്ടി പ്രഗ്നന്റ് ആയിരിക്കുന്നു. ഹൗ കംസ്? അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ സ്ത്രീക്കാണ്. അവിടെയുള്ള ഒരാൾ മരണപ്പെട്ടാൽ ഉത്തരവാദിത്തം ആ സ്ത്രീക്കാണ്.
എന്തിനൊരു തെങ്ങിന്നൊരു തേങ്ങ വീണാൽ പോലും ആ കൊച്ചാണ് ഉത്തരവാദി. അങ്ങനെ ഉള്ളിടത്ത് അവരെ ഇത്രയും വളരെ ലൈറ്റായി അവതരിപ്പിക്കുന്ന ഇവന്റെ തലയിൽ എല്ലാം എന്താ പറയാ ഈ എന്താ സോഷ്യൽ മീഡിയയിലെ ഒട്ടനവധി ആളുകൾ വന്നു നിന്ന് അവരിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് സെൻസേഷനായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ പക്ഷേ പറ്റും. മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയും ഒരു ബ്ലോഗർ കൈകാര്യം ചെയ്യുന്ന രീതിയും തമ്മിൽ വ്യത്യാസം ഒരുപാട് വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനത്തെ നമ്മൾ ജേർണലിസം പഠിച്ചു വന്നു വരാം. ജേർണലിസം പഠിച്ചു വന്നു വരാം. ഒട്ടനവധി സ്ഥാപനങ്ങളിൽ നമ്മൾ ക്രൈം റിപ്പോർട്ടറായി ജോലി ചെയ്തിട്ടുണ്ട്. ക്രൈമിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം. അപ്പോൾ ചിലർക്ക് ഇവരെയൊക്കെ തെറി പറഞ്ഞാൽ ഇഷ്ടപ്പെടും. നമ്മളവരെ തെറ്റായിട്ട് പറഞ്ഞാൽ മാത്രമേ അതിലൊരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഈ വിഷയത്തെ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഇരകളുമുണ്ട്, വേട്ടക്കാരുമുണ്ട്. ഇരകളെയും വേട്ടക്കാരെയും ഒക്കെ തിരിക്കേണ്ടി വരും, തരംതിരിക്കേണ്ടി വരും. അത് പോലീസ് പോലും തരംതിരിക്കാത്ത ഒരു കേസായി ഇത് നിൽക്കുകയാണ്. വളരെ നിനക്കെത്ര തന്തേടാ, അറിയാത്തോണ്ട് ചോദിക്കുന്നതാണ്. നിനക്കെത്ര തന്ത? നീ ജേർണലിസ്റ്റാ? നീ എന്ത് ജേർണലിസ്റ്റോടാ പഠിച്ചത്? എൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് ചുട്ടുകളാ. നീ ജേർണലിസ്റ്റ് അല്ലേ? വേണ്ട, എന്തിന് സൂക്ഷിച്ച് മാത്രമേ ഈ കേസിനെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഇരയാക്കപ്പെടുന്നവരുടെ മാനസികാവസ്ഥയെ നമുക്ക് നോക്കി മാത്രമേ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു സൂയിസൈഡ് വരെ നടക്കാൻ സാധ്യതയുള്ള ഒരു കേസാണ്. സൂയിസൈഡ് വരെ സംഭവിച്ചേക്കാം എന്നൊരു കേസാണ്. പണ്ട് ഒരു കൊല്ലത്തെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിലെ ഒരു പേഷ്യന്റ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് അപകടം സംഭവിച്ചു. അതിൽ സംഭവിച്ചത്, നീ ഇത് റിപ്പോർട്ട് അടിക്കുമെന്ന് എനിക്കറിയാം. കാരണം നിന്റെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഈ ചട്ടിത്തലേനുണ്ടല്ലോ, ഇവന്റെ ഏത് സാധനം എടുത്തോണ്ടെന്നാലും ഇവർ റിപ്പോർട്ട് അടിച്ച് അതപ്പം യെല്ലോ ഡാർക്ക് ആക്കുന്ന പരിപാടി ഇവന് സ്ഥിരമായിട്ടുണ്ട്. തന്തയില്ലാത്തവനാ. അനസ്തേഷ്യ കൊടുത്തതിൽ വീഴ്ചയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ആ ഡോക്ടർക്കെതിരെ ഉണ്ടായി. മനോവിഷമം താങ്ങാതെ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ആ ഡോക്ടർ അദ്ദേഹത്തിന്റെ രക്തം കൊണ്ട് ഭിത്തിയിൽ സോറി എന്ന് എഴുതി വെച്ചിട്ടാണ് ആ ഡോക്ടർ മരണപ്പെട്ടത്. യഥാർത്ഥത്തിൽ അതിന്റെ പോലീസ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആ ഡോക്ടർ കാസം. സേട്ടൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയാമോ? അനസ്തീഷ്യ മൂലം ഒരു പേഷ്യന്റ് മരണപ്പെട്ടതിനോടനുബന്ധിച്ച് അയാളെ പറ്റിയുള്ള ന്യൂസ് പബ്ലിഷ് ചെയ്തതിന്റെ പേരിൽ ആ ഡോക്ടർ ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഗിരിജ സെച്ചി ചാവുമ, ഗിരിജ സെച്ചി സൂയിസൈഡ് ചെയ്യുമ. അതുകൊണ്ട് സെച്ചിനെ പറ്റി ഒന്നും പറയാൻ പാടില്ലെന്ന സേട്ടൻ പറഞ്ഞു വരുന്നത്. ദത് തന്നെ ഊക്കലും ഉപദേശം ഒന്നിച്ചെന്ന് കേട്ടിട്ടില്ലേ? അതാണിത്. യാതൊരു പങ്കുമില്ല, അതൊരു അവിചാരിതമായി സംഭവിച്ചിരിക്കുന്ന കാര്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും കൂടി ചേർന്ന് ക്രൂശിച്ചപ്പോൾ ആ ഡോക്ടർ ആത്മഹത്യ. ഞാൻ പറഞ്ഞത്, ഞാൻ ഇവരെ കാര്യം പറയുന്നത്, അതായത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെ വൈകാരികമായി കൈകാര്യം ചെയ്യും. അപ്പോൾ അന്ന് ഒരുപാട് ഇതുപോലുള്ള ബ്ലോഗേഴ്സ് വന്നു. അവിടെ നിന്ന് ആ ഡോക്ടറെ തെറി പറഞ്ഞു. അദ്ദേഹം 3-ാമത്തെ ദിവസമാണ് അദ്ദേഹം മരണപ്പെട്ടു. ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരുപാട് ഇരകളുണ്ട്, ഒരുപാട് ഇരകളുണ്ട്. 24 പെൺകുട്ടികൾ. എടാ സോറി ഏട്ടാ, എല്ലായിടത്തും ഹെഡ്സെറ്റ് വെച്ചോളൂ. ഇതിനൊക്കെ മര്യാദയ്ക്ക് മറുപടി. എടാ തക്കാളി, വെണ്ടയ്ക്ക, അമരയ്ക്ക, പർവ്വതി മോനെ, സത്യത്തിൽ അവരെയല്ല നിന്നെ കിട്ടാ രണ്ട് പൊട്ടിക്കേണ്ടത്. ആഹാരമില്ല എന്നും അടി കൊള്ളുന്നുണ്ടെന്നും മർമ്മത്ത് പൊടി വിതറുന്നുണ്ടെന്നും 24 മണിക്കൂറും ടോർച്ചറാണെന്നും ഒക്കെ അവിടെയുള്ള അന്തേവാസികൾ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ ഗിരിജയും ഗിരിജയുടെ മോനും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരുന്ന നീ ഭയങ്കര ഗ്രേറ്റും വ്ളോഗേഴ്സാണ് കുഴപ്പവും. അയ്യോടാ, നിന്നെ കൊണ്ടൊക്കെ ഒരു ഊഫലും പറ്റൂല എന്നുള്ളതിന്റെ തെളിവാണ് പിള്ളേരതെടുത്ത് പബ്ലിഷ് ചെയ്തത്. പയ്യന്മാർ അത് ഏറ്റങ്ങെടുത്തു. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എടുത്ത് പറയുകയും ചെയ്തു. നീയൊക്കെ ഭയക്കുന്നു. ചിറ്റയും ഗോപകുമാർ എന്ന പേര് പറയാൻ ഭയപ്പെടുന്നിടത്ത് സായി അത് കറക്റ്റായിട്ട് എടുത്ത് പറഞ്ഞു. അവിടെ ഉണ്ട് തെമ്പ്. അതാണ് തൻ്റെ ഇടം. അതിനെയാണ് സത്യം പറഞ്ഞാൽ എത്തിക്സ് ഉള്ള, ആണത്തുള്ള, നല്ല കൃത്യമായ ജേർണലിസം എന്ന് പറയുക. പറയേണ്ടത് നെറ്റിയടിച്ച് പറയുക എന്നുള്ളതാണ്. ആരെങ്കിലും പേടിച്ചോ? പക്ഷെ നീയൊക്കെ പേടിക്കണം. കാരണമൊക്കെ നിൻ്റെയൊക്കെ ചാനലിന് പരസ്യം കിട്ടണമെങ്കിൽ ഇതുപോലുള്ള കോവണ്ണന്മാർ കനിയണം. അത് മാത്രമല്ല, കേസ് വരും, പ്രശ്നങ്ങൾ വരും, നിനക്കൊക്കെ നല്ല വേദന വരും. പക്ഷെ ഞങ്ങൾക്കൊന്നും ആ പേടിയില്ല. നീയൊക്കെ തന്നില്ലെങ്കിൽ ഒരു ഉണ്ടേയില്ല. ഞങ്ങൾ തനിയെ നിന്നുകൊണ്ട്, അതായത് ഓരോ യൂട്യൂബേഴ്സിൻ്റെ കാര്യം പറയണത് അവരവരുടെ സ്പേസിൽ നിന്നുകൊണ്ടാണ് അവരത് പറഞ്ഞത്. ഈ വിഷയത്തിൽ ആരൊക്കെ അനുകൂലമായി ചെയ്തിട്ടുണ്ടോ അവരൊക്കെ ഗ്രേറ്റ് പേഴ്സൺ എന്ന് ഞാൻ പറയും. കാരണം അത്രയും ആത്മാർത്ഥമായിട്ടാണ് അവരതിനകത്ത് ഇടപെട്ടത്. അതാരായിരുന്നാലും തമ്മിത്തല്ലോ പ്രശ്നം ഒക്കെ ഉണ്ടായിക്കോട്ടെ, ഈ വിഷയത്തിൽ യുണൈറ്റഡായി നിന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റാണ്. ഇനി ഇത് കേസാക്കാത്തതും ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടക്കാത്തതും ഒക്കെ ഇവിടുത്തെ ഗവൺമെൻറ് കെടുകാര്യസ്ഥതയാണ്, ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അപജയം, അല്ലെങ്കിൽ അവർ എത്രത്തോളം ബ്രൈബറി നടത്തുന്ന വൃത്തികെട്ട കൂട്ടമാണ് എന്നുള്ളതിൻ്റെ തെളിവാണത്. ഇത്രയധികം അലിഗേഷൻസ്, ഇത്രയധികം മനുഷ്യർ അവരുടെ വാക്കുമൂലം തന്നിരിക്കുന്നു. അവർ പുറത്തേക്ക് വന്ന് അവർക്ക് പറയാനുള്ളത് പറഞ്ഞിരിക്കുന്നു. ധൈര്യപൂർവ്വം ആൾക്കാർ ഓരോരുത്തരുടെയും പേര് പറയുന്നു. ഗണേശണ്ണൻ്റെ പേര്, ഗോപകുമാറിൻ്റെ പേര്, സർവത്ര പേരുകളും പബ്ലിഷ് ചെയ്യുന്നു. എന്നിട്ട് ഒരു അന്വേഷണം ഇല്ല. ഞങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞങ്ങൾ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമില്ലേ.
MLA അദ്ദേഹം മുകേഷ് അണ്ണനെ വെറുതെ വിട്ടില്ലേ, ജാമ്യം കിട്ടിയില്ല, ഒരു പെണ്ണെ ബലാത്സംഗം ചെയ്തതാണ്. അതേപോലെ സിദ്ദീഖ് അണ്ണന് ജാമ്യം കിട്ടിയില്ല, പിടിച്ചോ, ഒരു ദിവസം പിടിച്ചകത്തിട്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ആരെ തോന്നി നിൽക്കുന്നു, ആരെ താണ്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ ചാരി നിൽക്കുന്നോ അവൻ സപ്പോർട്ട് ചെയ്യുമെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് ഇവനൊക്കെ ധൈര്യസമേതം നിൽക്കുന്നു. ഒരു ജനത, അതായത് ഇപ്പം ഈ അടൂർ ഭാഗത്തുള്ള മിക്കവാറും ഓഫീസേഴ്സൊക്കെ കറപ്റ്റഡ് ആണെന്ന് തെളിയേണ്ട, ഇതിൽ കൂടുതൽ മറ്റൊന്നും വേണ്ട. ഇതിനേക്കാൾ വൾഗാരിറ്റി ഒരു ടെക്സ്റ്റൈൽസ് ഷോപ്പിനുണ്ടായിരുന്നു, പൈസ വാങ്ങിയിട്ടുണ്ട്. അതിന് ലൈസൻസ് ഇല്ല, അതിന് യാതൊരു രീതിയിലുള്ള പെർമിഷനും ഇല്ല. അതവിടെ ലേബർ ഓഫീസിൽ ചോദിച്ചപ്പോൾ അന്തം വിട്ടിരിക്കുകയാണ്. ഇത്രയും അധികം കുട്ടികളെ വെച്ച് 500ഓളം വേക്കൻസി എന്നൊക്കെയാണ് പബ്ലിഷ് ചെയ്തത്. അത് ചെയ്തുകൊണ്ടിരുന്ന അതിന് ഒരു രജിസ്ട്രേഷൻ റിന്യൂവൽ പോലും നടന്നിട്ടില്ല. സ്വന്തമായിട്ട് യാതൊരു കൂറയും ഇല്ല. കിട്ടുന്ന പൈസ ഡബിളാക്കി ഇവന്മാർക്കൊക്കെ കൊടുത്തിട്ട് തൊലിച്ചുകൊണ്ടിരുന്നു. തൊലിഞ്ഞ നിയമവും തൊലിഞ്ഞ കുറേ നേതാക്കന്മാരും. അതാണ് ഇവിടെ നടന്നത്. സത്യം പറഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കി ഈ ആത്മാഭിമാന ബോധം എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ സാധനമാണ്. അതുള്ള ഒരു ഭരണാധികാരി കൃത്യമായി അത് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ആ അടൂര് ഇരുന്ന സർവത്ര പേരും അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റമുള്ള എല്ലാത്തിനെയും പിടിച്ചകത്തിടാനുള്ള വകുപ്പ് അതിനകത്തൊട്ട്. അത്രത്തോളം അഴിമതി അതിനകത്ത് നടന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞങ്ങളൊക്കെ അതിനകത്തേക്ക് ഇറങ്ങി ബഹളം വെച്ചു. അത് കൃത്യമായി അന്വേഷണം വന്നു, രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യേണ്ടി വന്നു, സർവത്രവും ഓൺ ലൈനിൽ പ്രോപ്പർ ചാനലാക്കേണ്ടി വന്നു. കേസുമായി കോടതിയിൽ ചെന്നിട്ട് പോലും അവിടുന്ന് മജിസ്ട്രേറ്റ് എടുത്ത് ദൂരെ എറിയ മാത്രമേ വാണിങ്ങും കൊടുത്തു വിട്ടു. അപ്പം എവിടെ നിൽക്കുന്നു? ആര് ചെയ്തു? ഒരു വാർത്ത, ഒരു ചെറിയ കോളമെനെങ്കിലും കൊടുത്തിട്ടില്ല. നീയൊക്കെ എത്തിക്സ് വ്ളോഗേഴ്സിനെ പഠിപ്പിക്കുന്നു. നാണമില്ലടാ നിനക്കൊക്കെ. അക്ഷരം തെറ്റാതെ പിതൃശൂന്യൻ എന്ന് വിളിക്കാം, അക്ഷരം തെറ്റാതെ വിളിക്കാം. അതുപോലെ തന്നെ കുറേയധികം ആലംബരായിട്ടുള്ള സ്ത്രീകളുള്ള ഒരു സ്ഥാപനം. ആ സ്ത്രീകൾക്ക് ഇപ്പോൾ നിലവിൽ ഭക്ഷണം കൊടുക്കുന്നത് സന്നദ്ധ സംഘടനകളാണ്. സന്നദ്ധ സംഘടനകൾ സർക്കാർ വകുപ്പുകൾ മുഖേന അവിടെ ഭക്ഷണം എത്തിക്കുന്നുണ്ട്. ഈ പറയുന്ന സ്ത്രീ ഉദയഗിരിച്ച അവരുടെ ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ നമ്മുടെ ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഇന്നലെ അവർ ആന്റിസിപ്പേറ്ററി ബെയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. അവർക്കും അവരുടെ മകന് വേണ്ടിയിട്ടാണ് മുൻകൂർ ജാമ്യം തേടി അവർ എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർ തെറ്റ് ചെയ്തു എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടും അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടുമായിരിക്കാം അവർ മുൻകൂർ ജാമ്യം തേടിയിരിക്കുന്നത്. ഇതിന്റെ മറ്റൊരു വശം കൂടി ഞാൻ പറഞ്ഞുതരാം. അവിടെ സ്ഥാപനത്തിൽ ഒരു ജീവനക്കാരി ഉണ്ടായിരുന്നു. ആ ജീവനക്കാരി ഒരു പരാതിയുമായി, ഇവരുമായി തെറ്റിപ്പിരിഞ്ഞ ജീവനക്കാരിയാണ്. ഈ ജീവനക്കാരി ഒരു പരാതിയുമായി പത്തനംതിട്ട കൊടുമൺ സ്റ്റേഷനിലെത്തി. കൊടുമൺ സ്റ്റേഷനിലെത്തിയപ്പോൾ കൊടുമൺ സ്റ്റേഷൻ ഇതിൽ കൊടുത്ത പരാതി ഈ സ്ഥാപനത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയാണ്. അവരുടെ കയ്യിൽ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്. ഈ സ്ഥാപനത്തിലെ അന്തേവാസികൾ സംസാരിക്കുന്ന കുറെ കാര്യങ്ങളാണ് അതിനകത്ത് ഉള്ളത്. അവർക്ക് ഭക്ഷണമില്ല, അങ്ങനെ കുറെ കാര്യങ്ങളായിരുന്നു. കൊടുമൺ സ്റ്റേഷനിൽ നിന്നും അവർ പറഞ്ഞു ഇത് അടൂർ സ്റ്റേഷന്റെ പറ്റിയാണ്. അങ്ങനെ ഇവർ അടൂർ സ്റ്റേഷനിലെത്തും. അടൂർ സ്റ്റേഷനിലെത്തിയപ്പോൾ അടൂർ സ്റ്റേഷനിൽ ഇവർക്കെതിരെ ഓൾറെഡി ഒരു പരാതി ഉദയഗിരിച്ചു കൊടുത്തിരിക്കുന്നു. അങ്ങനെ അത് അവിടെ വെച്ച് ആദ്യം തീർപ്പാവും. രണ്ടാമത് ഇവർ DMOയ്ക്ക് അടക്കം പരാതി കൊടുക്കുകയും അങ്ങനെ ആ കേസുകൾ ഇങ്ങനെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയാണ് ഈ സംഭവം ഉയർന്നു വരുന്നത്. ഇവർക്കെതിരെ ഒരു ജൂൺ മാസം ആദ്യം വരെയും ഈ ഒരു കാര്യത്തിൽ ഇവൻ കുറേ അധികം പറയുന്നുണ്ട്. എല്ലാം ഒന്നും ഞാൻ പ്ലേ ചെയ്യുന്നില്ല, ഇത്രയും മാത്രമേ ഉള്ളൂ. നിങ്ങളത് നേരിട്ട് പോയി കണ്ടാൽ മതി. കണ്ടോളൂ, കുഴപ്പമില്ല. അവനും കിട്ടട്ടെ, അവനും അത്യാവശ്യം സുഖിക്കട്ടെ. പക്ഷെ ഒരു കാര്യം പറയാം, ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തെറി പറഞ്ഞു, വ്ളോഗേഴ്സ് തെറി പറഞ്ഞു എന്നൊക്കെ നീ ഉദ്ദേശിക്കുന്ന ആരെയാണ് എന്താണെന്നുള്ള നല്ല ബോധമുണ്ട്. നിന്നെയൊക്കെ പോലുള്ള നാറികളെടുത്ത് മര്യാദയുടെ ഭാഷ ചേരത്തില്ല. നിനക്കൊക്കെ മനസ്സിലാവുന്ന ഭാഷ തെറിയുടെ ഭാഷയാണ്. അപ്പോൾ തെറിയേ പറയാൻ പറ്റുള്ളൂ. നിനക്കൊക്കെ സത്യം പറഞ്ഞാൽ റോളിലിട്ട് 2 പൊട്ടിക്കുകയാണ് വേണ്ടത്. അമ്മാതിരി തെണ്ടിത്തരമാണ് നീ ഇപ്പോൾ ഇരുന്നുകൊണ്ട് പറയുന്നത്. അവിടെ ജോലി ചെയ്ത പെൺകുട്ടി അവിടെ ഒരു പത്തനംതിട്ട സ്റ്റേഷനിലാണ് പരിധി എന്ന് കരുതി അവിടെ കൊണ്ടുപോയി കൊടുത്ത പരാതിയിൽ അവിടെയല്ല ഞങ്ങളുടെ സ്റ്റേഷൻ പരിധി എന്ന് പറഞ്ഞുകൊണ്ട് അടൂരേക്ക് വിടുകയാണ്. ഓർത്തോണം, കേരളത്തിൽ ഏത് സ്റ്റേറ്റിലും ഏത് സ്ഥലത്ത് നിന്നുകൊണ്ടും ഒരു പരാതി കൊടുക്കാം. അവിടുന്ന് പോലീസാണ് അത് ഫോർവേഡ് ചെയ്യേണ്ടത്. സ്ത്രീകൾക്ക് പരിഗണനയുണ്ട്, ഹാൻഡിക്യാപ്പായവർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ട്, ഓൺലൈൻ ത്രൂ മൊഴി കൊടുത്താൽ മതി. ഇങ്ങനെയൊക്കെ സർക്കുലറുള്ള ഒരു സംസ്ഥാനത്ത് നടന്ന കാര്യമാണ്. പത്തനംതിട്ടയിൽ അവർ കൊടുത്തിരിക്കുന്ന കേസ് ആ സ്ത്രീക്ക് നിയമവശം അറിയത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അവരവിടെ കൊടുത്ത ഡേറ്റ് കൊണ്ടുവന്ന് ഇവിടെ കാണിച്ചാൽ ഇത് കൗണ്ടർ പരാതിയായിട്ട് എടുത്ത് ദൂരെ കളയും. പക്ഷേ ഭയന്നുപോയി അവർ, കാരണം പോക്സോ ക്രൈമാണ് മറ്റവൾ അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നത്. ഇവരെ കയ്യിൽ തെളിവായിട്ട് വീഡിയോസ് വരെ ഉണ്ട്. പക്ഷെ അത് എടുക്കത്തില്ല എന്ന് അവർക്ക് പൂർണ്ണ ബോധ്യപ്പെട്ടു. ഏത് അടൂർ സ്റ്റേഷൻ കറപ്റ്റഡ് ആണ് എന്ന് അവൾക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ അവൾ കോംപ്രമൈസിന് മുന്നോട്ട് വെച്ചു. 2022 ഈ സംഭവം നടന്നതെന്നാണ് പറയുന്നത്. ആ സമയത്ത് കോംപ്രമൈസിന് പോയത് കൊണ്ടാണ് അവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ കഴിയാതെ പോയത്. പക്ഷെ എന്നിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അത്യാവശ്യം ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് സന്ധ്യാപല്ലവി ടെൻഷൻ അടിക്കുന്നപ്പോഴേക്കും എൻ്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയില്ല, വേറെ ആർക്കോ പോയി എന്നുള്ളതാണ്. സത്യത്തിൽ ക്രെഡിറ്റ് അവർക്ക് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം അവർ തന്നെയാണ് ഇതിനാദ്യം ഇനിഷ്യേറ്റീവ് എടുത്തത്. അതിന് മുമ്പ് പല പരാതികൾ ഉണ്ടായിട്ടുണ്ട്, പലരും ഉണ്ടായിട്ട് അവർക്കൊന്നും ക്രെഡിറ്റ് വേണമെന്ന് വാശി പിടിക്കുന്നില്ല. അപ്പോൾ വാശിയോടെ ക്രെഡിറ്റിന് വേണ്ടിയിട്ട് കരയുന്ന സന്ധ്യാപല്ലവിക്ക് തന്നെ ക്രെഡിറ്റ് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇനി ഇവൻ പറയുന്ന കണക്ക്
ഇവിടുത്തെ ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും ഈ വിഷയം എടുക്കാൻ തയ്യാറായില്ല. FIR ഉള്ളത് കൊണ്ടും CWC അവിടെ കയറിയത് കൊണ്ടും കുട്ടികളെ മറ്റൊരിടത്തേക്ക് പാർപ്പിച്ചത് കൊണ്ടുമാണല്ലോ വാർത്ത അടിച്ചത്. ആ വാർത്തയും നമ്മൾ കേട്ടതാണ്. എല്ലാ വാർത്തകളിലും പറഞ്ഞത് ഒരു പ്രമുഖ അനാഥാലയം, പ്രമുഖ വ്യക്തി എന്നതല്ലാതെ ഈ പ്രാമുഖ്യം പിടിച്ച തള്ളയ്ക്ക് പേരും ഉണ്ടായിരുന്നില്ല, അനാഥാലയത്തിന്റെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാ വാർത്താ ചാനലുകളിലും ന്യൂസ് വന്നിരുന്നു. എന്തായിരുന്നു ന്യൂസ്? ഈ പറയുന്ന വിഷയം തന്നെയാണ് ന്യൂസ്. പക്ഷെ ആർക്കെങ്കിലും മനസ്സിലാവുമോ? ഇല്ല. അവരുടെ പേരുണ്ടോ, ഫോട്ടോ ഉണ്ടോ? ഒന്നുമില്ല. പക്ഷെ പ്രമുഖ അനാഥാലയം, പ്രമുഖ വ്യക്തി എന്നാ പറയുന്നത്. CWC ഏറ്റെടുത്ത് നടത്തിയ ഒരു വമ്പൻ തീരുമാനം. ഇത് ഈ നടത്തിപ്പുകാർ ഇസ്ലാം കമ്മ്യൂണിറ്റിയുടേതായിരുന്നെങ്കിൽ ഇവനിക്ക് ഒരു കൊല്ലത്തേക്കുള്ള ഓണമായിരുന്നു. ഇവ ഒരു കൊല്ലം ഓണം ഉണ്ടേന് അത് വെച്ചിട്ട് അമ്മ അതിന് പറയണത് നടക്കുന്നത് എന്ത്, അനാഥാലയത്തിലെ പ്രശ്നം എന്ത്, ഇതായിരുന്നേനെ. ഇത് ഇവരുടെ വിഭാഗമായതുകൊണ്ട് മിണ്ടാൻ വയ്യ. അത് പറയുന്നതിനും കുറച്ചെല്ലാം ഇതുണ്ട്. ഇനി ഇതൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇസ്ലാമിലുള്ള അത്രയും പ്രശ്നം ക്രിസ്ത്യൻസ് കിട്ടത്തില്ല കേട്ടോ. അവർ കുറച്ചുകൂടെയൊക്കെ രക്ഷപ്പെടും. പെട്ടെന്ന് തന്നെ കാശൊക്കെ ഇറക്കി സെറ്റിൽ ചെയ്യും. മറ്റവർ നിന്ന് അന്തം വിടും. ചേരാ നമ്മൾ പണ്ടേ രാജ്യദ്രോഹികൾ, ഇനിയും നമ്മൾ രാജ്യദ്രോഹികളോ, ഇനി ഇവന്മാർ അടിക്കണേ നമുക്ക് നിന്ന് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് അവർ. അപ്പം ഏകദേശം അതിലൊരാൾ അല്ലെ അങ്ങനെ ഒരു പേരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതായിരുന്നേനെ. സന്ധ്യാ പല്ലവി എന്ന സ്ഥലത്ത് സന്ധ്യാ പല്ലവിക്ക് പകരം വല്ല സെറീനയോ അല്ലെങ്കിൽ ഷെഫീനയോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് രാജ്യദ്രോഹിയായിട്ട് ജയിലിൽ കിടക്കുന്ന ഒരവസ്ഥ വന്നേന. സന്ധ്യാ പല്ലവി ആയതുകൊണ്ട് ആ കൊച്ചു സേവായി എന്നുള്ളതാണ് വസ്തുത. ഇപ്പോഴും നെറികെട്ട, നാണം കെട്ട, ഒരു വൃത്തികെട്ട, ഒരു എത്തിക്സും ഇല്ലാത്ത നിന്റെ ജേർണലിസം വെറും വൃത്തികെട്ടതാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ വീഡിയോ ഇനഫാണ്. അതേസമയം ഒരു ഡിഗ്രിയോ ഇങ്ങനെയുള്ള ഈ ജേർണലിസം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രിയും ഇല്ലാതെ പിള്ളേരതെടുത്ത് വെച്ച് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാർക്ക് കൊടുക്കണം ഈ സർട്ടിഫിക്കറ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ആരായിരുന്നാലും, ഏത് കുട്ടികളായിരുന്നാലും, എടുത്തവരാരൊക്കെയാണോ അവർക്കത് കൊടുക്കണം. സുറുമിക്കത് കൊടുക്കണമെന്ന് ഞാൻ പറയും. കാരണം ധൈര്യസമേതം അന്നാട്ടിൽ ജീവിക്കേണ്ട അവൾ തന്നെ ധൈര്യസമേതം പുറത്തേക്ക് വന്ന കാര്യങ്ങൾ അവൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ വ്യക്തികളെയും ഈച്ച് ആൻഡ് എവരി വൺ കണ്ടിന്യൂസ്ലി ഈ വീഡിയോസ് ഇടുകയും ഇത് പബ്ലിക്കിന്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കുകയും ചെയ്തത് അവർ തന്നെയാണ്. അതിനകത്തുണ്ടാകാവുന്ന കോൺസിക്വൻസ് എന്താണെന്നുള്ള അതിൻ്റെ മറ്റൊരു വശം നല്ല ബോധ്യമുണ്ടായിട്ടും ഒരുപാട് പേരിരകളാണ് എന്ന ബോധ്യമുണ്ടായിട്ടും ധൈര്യസമേതം കൂട്ടത്തോടെ അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നേക്കാൾ എത്രയോ ഭേദമാണ് അവരെന്നാണ് അതിൽ തെളിവായിട്ടുള്ളത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെയല്ല റിയാക്ട് ചെയ്യേണ്ടത്. ഹാഷായ വേർഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ തെറി വിളിച്ചു എന്നാ വരുത്തി തീർക്കുന്നത്. ഇന്ന് വരെ ഈ ഒരു വിഷയത്തിൽ ഒരു വാക്ക് മോശം ആ സ്ത്രീക്ക് വെച്ച് പറഞ്ഞിട്ടില്ല. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അപ്പ കച്ചവടക്കാരി. അത് നമ്മൾ പറഞ്ഞു പോകും, സ്വാഭാവികം. ഒരപ്പം കൊണ്ട് ഒരാൾക്ക് ആഹാരം കൊടുക്കാം. ഈ ഒരപ്പം ഒരു 16 പേർക്ക് കൊടുത്ത ചരിത്രം ആളുകൾ പറയുമ്പോൾ നമ്മൾ അപ്പ കച്ചവടക്കാരി എന്നല്ല പിന്നെ വേറെ എന്ത് വാഴയാ പറയാനുണ്ടാവുക? അത് പറയുന്നതിന് തെറി എന്ന് പറയുകയാണെങ്കിൽ ശരിയായിരിക്കും. ആ തെറിയൊക്കെ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും പറയാൻ ചാൻസ് ഉണ്ട്. കാണുന്നവരൊക്കെ രാത്രിയും പകലെന്നില്ലാതെ അവിടെ കയറി ഇറങ്ങുമ്പോൾ മറ്റു പുറത്തുനിന്ന് ഒരാൾ വന്നാൽ അവരെ വിസിറ്റ് ചെയ്യാൻ അലൗഡ് ചെയ്യാത്തത് ഒരു പ്രത്യേകതരം സംഗതിയാണെന്നും അത്രയും നിഗൂഢത പിടിച്ച ഒരു അനാഥാശ്രമം അവിടെ വേണമോ വേണ്ടെന്ന് ചിന്തിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം കേരളത്തിലുള്ള ആളുകൾക്ക് ഉണ്ടാകണം. ഇത് ഇപ്പോഴും അടൂരിൽ കിടന്ന് കറങ്ങുകയാണ്. മൊത്തം കേരളം ഇത് ഏറ്റെടുക്കുമ്പോൾ തീരാവുന്ന കുത്തിക്കഴപ്പേ നിങ്ങൾക്കും ഉള്ളൂ, ഗിരിജയ്ക്കും ഉള്ളൂ, അവളെ സപ്പോർട്ട് ചെയ്യുന്ന അത്യാവശ്യം കുത്തിക്കഴപ്പുള്ളവന്മാർക്കും ഉള്ളൂ. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്ത് തന്നെയാണെന്ന് പറഞ്ഞാൽ ഭാഷയുടെ മോശപ്പെട്ട ഒരു ഇതാണെന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായാലും മനുഷ്യത്വം ഇന്ത്യയിൽ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനും ഇത് നിഷേധിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി ഭീകര കാര്യങ്ങളാണ് അതിനകത്ത് നടന്നിട്ടുള്ളത്. മനുഷ്യന്റെ മൗലികാവകാശ ലംഘനങ്ങളാണ്. ആഹാരം, വസ്ത്രം, സഞ്ചാര സ്വാതന്ത്ര്യം, ഇത് മൂന്നും നിഷേധിക്കപ്പെടുന്ന മൗലികമായ അവകാശ ലംഘനമാണ്. അത് കർശനമായിട്ട് നിയമം മൂലം ഇവിടെ വിലക്കപ്പെട്ട ഒരു സാധനമാണ്. അങ്ങനെ വിലക്കാൻ പറ്റത്തില്ല. എന്നാൽ കുട്ടികളുടെ സാർവത്രികമായ മൗലികമായ എല്ലാ അവകാശങ്ങളെയും നിഷേധിച്ചുകൊണ്ട് ഒരു റാണിയായി വെറും ഒരു ഡാഗിനിയായി കാണിച്ച ആ സ്ത്രീക്ക് ഇങ്ങനെ കൊടുത്താൽ പോരെ പണിഷ്മെന്റ്? മേ ബി നിങ്ങളുടെ അടൂർ പോലീസും ടീമുകളും ചിറ്റയും ഗോപാലനും ഗണേശ് അണ്ണനും ഒക്കെ അവളെ സേവ് ചെയ്താലും പൊതുസമൂഹം എന്നൊന്നുണ്ട്. ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തികളുണ്ട്, അത് പൗരന്മാരാണ്. അവരതിന് മറുപടി കൊടുക്കുക തന്നെ ചെയ്യും. ആ അതിൽ ഒരു പൗരയായ ഞാനും അതിൻ്റെ മുൻപന്തിയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിൽ കേസ് വരും, അത് വരും, ഇത് വരും എന്നൊക്കെ പറയുമ്പോൾ സ്ട്രോങ് ആയി വീണ്ടും വീണ്ടും അവർക്കെതിരെ മൊഴി തരുന്ന ഒരു 100 പേര് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവരാരും ഭയപ്പെടത്തില്ല. അവരെല്ലാം മുന്നോട്ട് വന്നിരിക്കും. തന്തയില്ലാത്തവന്മാരും ഒരു രീതിയിൽ ഒരു എത്തിക്സ് കീപ്പ് ചെയ്യാത്ത വെറും കാക്കാമോമാരും
ഇതിൽ നിന്ന് മാറി നിൽക്കൂ എന്നുള്ളതാണ് വസ്തുത. അതിലൊരാളാണ് നീ. ഇപ്പം ഇത് താളം ചവിട്ടിക്കൊണ്ട് പൊത്തിപ്പൊതിഞ്ഞ് അങ്ങോട്ടില്ല മുട്ടായി കടലാസിൽ പൊതിഞ്ഞ് തീട്ടം കൊടുക്കുന്ന കണക്കുള്ള ഒരു വർത്തമാനം കൊണ്ട് നീ തള്ളിക്കൊണ്ട് 3 ദിവസം മുമ്പ് ഞാൻ കണ്ടിട്ട് ഞാൻ മിണ്ടാതിരുന്നതാണ്. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞാൽ പറഞ്ഞാൽ വല്ലാണ്ട് പറഞ്ഞു പോകും എന്നുള്ളത് കൊണ്ടാണ്. ഒരല്പം ഉളുപ്പുണ്ടെങ്കിൽ ദരിദ്രവാസി പോയി അത് അന്വേഷിച്ച് കൃത്യമായിട്ട് പറഞ്ഞ് ഭയങ്കര ക്രൈമിലൊക്കെ നടന്നവനല്ലേ, നീ അതൊന്ന് പോയി ചെയ്യും. അങ്ങനെ എന്തെങ്കിലും നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യും. അല്ലാതിരുന്നുകൊണ്ട് വായ്ത്താളം അടിക്കാതെ ഒരുതരം